മറ്റൊന്ന്, ദില്ലിയിലെ 6 സ്കൂളുകളിൽ ബോംബ് ഭീഷണി എന്നൊരു റിപ്പോർട്ടിലേക്കാണ് ഇനി. മയൂർ വിഹാറിലെയും ദ്വാരകയിലെയും സ്കൂളുകളിലാണ് ഈ ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ബോംബ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും പരിശോധന തുടരുകയാണ്. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ, എപ്പോഴാണ് ഇങ്ങനെയൊരു വിവരം ലഭിച്ചിരിക്കുന്നത്, ഭീഷണി ഉണ്ടായിരിക്കുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? മാത്രമല്ല, ഒരുപാട് മലയാളി കുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്ന സ്കൂളുകളാണ് മയൂർ വിഹാറിലും ദ്വാരകയിലും ഉൾപ്പെടെ ഉള്ളത്. ഇന്ന് രാവിലെയാണ് ഇമെയിൽ മുഖേന സ്കൂളുകളിൽ ഈ ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് വെച്ചിട്ടുണ്ട് എന്നാണ് ഈ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആറ് സ്കൂളുകൾക്ക് ഇന്നിപ്പോൾ അവധി നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന അവിടെ തുടരുകയും ചെയ്യുകയാണ്. 6 സ്കൂളുകൾ എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായും മയൂർ വിഹാറിലെ മദർ മേരി സ്കൂളുണ്ട്, അതോടൊപ്പം തന്നെ സാകേതിലെ അമിറ്റി സ്കൂൾ, ഒപ്പം ദ്വാരകയിലെ പബ്ലിക് സ്കൂൾ, ചാണക്യപുരി സംസ്കൃത് സ്കൂൾ, നോയിഡയിലെ മറ്റൊരു സ്കൂളിലുമാണ് ഇപ്പോൾ ഈ ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. കേന്ദ്രീകൃത സ്വഭാവം ഈ ഭീഷണി സന്ദേശം ഉണ്ട് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട് ബോംബ് സ്ക്വാഡ്, അതോടൊപ്പം അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള ആളുകൾ, ഉദ്യോഗസ്ഥർ ഈ സ്കൂളുകളും അതിന്റെ സ്കൂളിന്റെ പരിസരവും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറെ ആശ്വാസകരമായ കാര്യം. അതേസമയം മറ്റേതെങ്കിലും അട്ടിമറികളുടെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നീക്കത്തിന്റെ ഭാഗമായോ ഈ ഇമെയിൽ വന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നാണ്, ഇന്ത്യക്ക് പുറത്തുനിന്നാണ് ഇമെയിൽ എന്താണ് പ്രാഥമികമായി വിവരം ഉള്ളതെന്നാണ് ദില്ലി പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ സ്കൂളുകൾക്ക് അവധി നൽകിക്കൊണ്ട് ഇവിടെ പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ ദിവസം RK പുരത്തെ ഒരു സ്കൂളിൽ സമാനമായി തന്നെ ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷേ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല.